സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക വീണ്ടും ഉയരുന്നു. ഓരോ ദിവസവും 100-ലധികം പേരാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത് എത്തുന്നത്. കേരളത്തിൽ മാത്രം 3000-ലധികം ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, സംസ്ഥാനത്ത് കോവിഡിൻ്റെ വ്യാപനം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന കണക്ക് പ്രകാരം ഏകദേശം 100-ലധികം പേർക്കാണ് ഓരോ ദിവസവും കോവിഡ് വ്യാപനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓരോ ദിവസം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. രാജ്യത്താകമാനം ഉണ്ടാകുന്ന കോവിഡ് വ്യാപനത്തിൻ്റെ വലിയൊരു ശതമാനവും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ 77% ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ നിന്നും മാത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും കോവിഡ് വ്യാപനത്തിൻ്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എത്തുന്നവരിൽ നിന്നാണ് കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നത് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം ഈ സംബന്ധിച്ചാൽ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ പേരെ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അതിർത്തി കടക്കുന്ന ഓരോരുത്തരിലും രോഗസാധ്യത അല്ലെങ്കിൽ രോഗലക്ഷണം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്താനുള്ള തീരുമാനമാണ് കർണാടക, തമിഴ്നാട് സർക്കാരുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും കോവിഡ് വ്യാപനം ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏതൊക്കെ കണക്ക് നോക്കിയാലും സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ നിൽക്കുന്ന കോവിഡ് വ്യാപന തോതാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. മിനിമം 100 പേർക്കെങ്കിലും ഓരോ ദിവസവും കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ 128 പേർക്കാണ് കോവിഡ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒമിക്രോൺ വകഭേദമായ JN.1 ഒമിക്രോൺ വകഭേദത്തിന് വലിയ രീതിയിലുള്ള ഒരു വ്യാപന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിലടക്കം പലയിടത്തും റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പ് വേണ്ട രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വേണ്ട രീതിയിലുള്ള ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് വേണ്ട രീതിയിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ദിനംപ്രതി ഓരോ കോവിഡ് ടെസ്റ്റുകളും കൂടുതൽ നടത്തുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ പേർക്ക് രോഗവ്യാപനം ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ആദ്യഘട്ടം മുതലേ കേരള ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ ഇതുവരെ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന കണക്കുകളൊക്കെയും രാജ്യത്ത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ ഈ കണക്കുകൾ വരേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇറക്കേണ്ടതും അതുപോലെ വേണ്ട രീതിയിലുള്ള കരുതൽ നേരിടേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം കൊണ്ടുവരേണ്ടത്. അജിംഷാദ്. ശരി വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ വിശദം.